സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ നല്ല ടേസ്റ്റിലും എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു മസാല ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ, മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയില, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി കേട്ടോ. ഇതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മസാല പരട്ടിയെടുക്കാം കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മസാല പരട്ടി കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പാൻ അടച്ച് വെച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ ഒന്ന് വേവാവുന്നത് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പാൻ നമ്മൾ അടച്ചു വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ദാ നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വറ്റിച്ചെടുക്കുക. ഫ്ലെയിം അങ്ങ് ഫുള്ളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റി കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല എളുപ്പമല്ലേ നമ്മളുടെ ചിക്കൻ കറി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.